Hello friends, our fifth lecture, അഞ്ചാമത്തെ lecture is dangers of drug abuse. സാധാരണ വേർഡ് സ്റ്റഡി തുടങ്ങാം. വാക്ക് റീഹാബിലിറ്റേറ്റഡ്. റീഹാബിലിറ്റേറ്റഡ് മീൻസ് പുനരധിവസിപ്പിക്കപ്പെട്ട ആണ്. അതായത് ഡ്രഗ് യൂസ് എല്ലാം നടത്തി ശരീരം എല്ലാം നശിപ്പിച്ച ആളെ വീണ്ടും ട്രീറ്റ് ചെയ്ത് മെഡിക്കൽ സഹായത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അവസ്ഥ റീഹാബിലിറ്റേറ്റീവ്. Rehabilitated persons, they feel sorry because they entered into such kind of bad practices. അവർക്ക് സങ്കടമാണ് അത് ഓർക്കുമ്പോൾ. എങ്ങനെയോ പെട്ടുപോയി. അതാണ് ഫേക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് റിയൽ. The pleasure that is given by drugs are fake pleasure. യഥാർത്ഥത്തിലുള്ളതല്ല, ഫേക്കാണ്. മനസ്സിലായില്ല? അതാണ് ഫേക്ക് എന്ന് പറയുന്നത്. ഫേക്ക് ന്യൂസ് ഫേക്ക് ന്യൂസ് ശരിയാണ്, അതായത് ശരിയല്ലാത്ത ഒരു ന്യൂസിനാണ് ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത്. ഇൻ ദ ഫേസ് ഓഫ് മെനി ഡിഫിക്കൽട്ടീസ് ഹി സർവൈവ്. ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇൻ ദ ഫേസ് ഓഫ് ആ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കൊറോണ. ഇൻ ദ ഫേസ് ഓഫ് കൊറോണ വി ആർ ലിവിങ്, വി ആർ ട്രൈങ് ടു കണ്ടിന്യൂ അവർ ലൈഫ് ആൻഡ് ഓൾസോ ആസ് ഹാപ്പിലി ആസ് പോസിബിൾ. ദെൻ delirious effect, delirium എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാതെ പനിയൊക്കെ കൂടിക്കഴിയുമ്പോഴത്തേക്കും ഫിറ്റ്സ് വരികയെന്ന് പറയും. ഫിറ്റ്സ് ഡിലീരിയം എന്ന് പറയുന്നത് ആ പ്രാന്തന്മാരെ പോലെ അതും ഇതൊക്കെ വിളിച്ചു പറയും. സോ പ്രാന്തമായിട്ട് മാറും. ഡിലീരിയസ് ഇഫക്റ്റ്. Persistent users of drugs, they will show delirious effects on their face. Delirious effects. വട്ട് പിടിച്ചു, പ്രാന്ത് പിടിച്ചവന്മാരെ. Then degeneration of health, ഹെൽത്തിൻ്റെ നാശം. ദെൻ ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഫങ്ഷനെല്ലാം കുറേശ്ശെ ഇല്ലാതായി. അതാണ് ഡിപ്ലീഷൻ. പെർസിസ്റ്റന്റ് യൂസേഴ്സ് ഓഫ് ഡ്രഗ്സ് സഫർ ഫ്രം ഡിജനറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡിപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ. പെർസിസ്റ്റന്റ് യൂസർ, തുടർച്ചയായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് പെർസിസ്റ്റന്റ് യൂസർ എന്ന് പറയുന്നത്. പെർസിസ്റ്റന്റ് യൂസേഴ്സ് ഡെഫിനറ്റ്ലി വിൽ ഡാമേജ് ദെയർ ഇന്റേണൽ ഓർഗൻസ്. അബ്സസസ്, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു ഊണ്ടുണ്ടാകുക ചെറുതായിട്ട്, എന്നിട്ട് അതിങ്ങനെ ഒരു വ്രണമായിട്ട് മാറുക. അതാണ് അബ്സസ്. നീര് കിട്ടുക. അബ്സസ് എന്ന് പറയുന്നത് നീര്. അപ്പോൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ സാധാരണ ഇഞ്ചെക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്. അത് കൂട്ടമായിട്ട് ചെയ്യുമ്പം ഒരാൾ ഉപയോഗിക്കുന്ന നീഡിൽ തന്നെ വേറൊരാൾ ഉപയോഗിച്ച് അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ആദ്യത്തെ ആൾ ഉപയോഗിച്ച് രണ്ടാമത്തെ ആൾ ഉപയോഗിച്ച ആൾ ഇവരെല്ലാം രോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഷെയർ ചെയ്യും. രോഗങ്ങളും ഷെയർ ചെയ്യും. അങ്ങനെ ശരീരത്തിൽ നീര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബ്സസ്, സ്നിഫിങ് എന്ന് പറഞ്ഞാൽ മണക്കുക. ഇപ്പം മൂക്കിപ്പൊടി വലിക്കുന്നവരെ കണ്ടിട്ടില്ല, അവരുടെ ഫേസൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദിസ് ഡാമേജ് കോസ് ടു ദി സോഫ്റ്റ് ടിഷ്യൂസ് ഹിയർ. ചെറിയ വളരെ മൃദുലമായ ടിഷ്യൂസാണ് ഇവിടെയൊക്കെ ഉള്ളത്. അതിനെല്ലാം ഡാമേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇവിടെ ചുമന്നിങ്ങനെ ഇരിക്കുന്നത്. സ്നിഫിങ്. Some drugs are for sniffing. Volatile solvents, വേറെ ചിലതൊക്കെ ഉണ്ട്. കലക്കിയിട്ട് വെള്ളത്തിലോ എന്തെങ്കിലും സോൾവെൻസിനകത്ത് കലക്കി, അതിനകത്ത് സ്പിരിറ്റ് ആയിരിക്കും, അങ്ങനെയുള്ള സോൾവെൻസിനകത്ത് കലക്കിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. പല രീതിയിലാണ് വോളറ്റൈൽ സോൾവെൻസ്. വിഡ്രോവൽ സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉപയോഗിക്കാന്ന് കരുതുക. അപ്പം അങ്ങനെ വലിക്കുന്നവർ, ഫോർ എക്സാമ്പിൾ, അവർ സ്ഥിരമായിട്ട് വലിക്കുന്നവർ പെട്ടെന്ന് വലി നിർത്തി അവിടെ ശരീരം റിയാക്ട് ചെയ്യും. ആ റിയാക്ഷനാണ് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. ഇപ്പം ആൽക്കഹോൾ സ്ഥിരം കഴിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് അവരുടെ ശരീരം ഇങ്ങനെ വിറയ്ക്കും. അത് വിഡ്രോവൽ സിംറ്റമാണ്. അങ്ങനെ പെട്ടെന്ന് വിഡ്രോ ചെയ്യാനും പറ്റിയത്, സ്ലോ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ. Now we will get into the text. I hope you have got the textbook with you, all of you. Right? One told me he wasn't sure when people smiled at him that they were not really laughing. So, ഒരു rehabilitated person, ഒരു ഡ്രഗ് യൂസർ പറയും, ആൾക്കാർ ചിരിക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് സെൻസറി ഫങ്ഷൻസ് എല്ലാം പോയി. ഡിപ്രൈവേഷൻ ഓഫ് സെൻസറി ഫങ്ഷൻസ് നമ്മൾ പറയുന്നില്ല, ഡിപ്രൈവേഷൻ. നമ്മളത് എടുത്തു കളഞ്ഞു. സെൻസറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടച്ച് ചെയ്യുക,
കാണുക, ടേസ്റ്റ് ചെയ്യുക, ഇതൊക്കെയല്ലേ സെൻസറി ഫാൻ. കേൾക്കുക, ഇതൊക്കെ നമുക്ക് ഇല്ലാതായിപ്പോയി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് തിന്നുന്ന പോലെ തോന്നും. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം വായിലിട്ട് ഇങ്ങനെ ചവച്ചാൽ അതുപോലെ തോന്നും. അതുപോലെ തൊടുമ്പോൾ മരത്തെ തൊടുന്നത് തോന്നും. കാഴ്ച നമുക്ക് ശരിയായിട്ടൊന്നും കാണാൻ പറ്റില്ല. കേൾവി സെയിം തിങ്. ഈ സെൻസറി ഫങ്ഷൻസ് എല്ലാം നിന്നു പോകും. അതാണ് വൺ റീഹാബിലിറ്റേറ്റഡ് പേഴ്സൺ ഹെറോയിൻ അഡിക്റ്റ്. ഹെറോയിനായ മാരകമായ ഒരു ലഹരി മരുന്നാണ് ഹെറോയിൻ. അത് അങ്ങനെ ഉപയോഗിച്ച് നശിച്ചുപോയ ഒരാളെ റീഹാബിലിറ്റേറ്റ് ചെയ്തു, പുനരധിവസിപ്പിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറയാൻ ഹിസ് സെൻസറി ഡിപ്രൈവേഷൻ ടു മീ, looking out at the window, out of the window, he said the sun is shining, the flowers are in bloom, means flowers are very beautiful. Looking, you can see, and I know there are the signs of a good day, but he says, pressing his chest, I don't feel it here. മനോഹരമായ ദിവസമാണ് എനിക്കറിയാം, സൂര്യൻ നല്ലപോലെ ഷൈൻ ചെയ്യുന്ന അതും എനിക്കറിയാം, പുഷ്പങ്ങളുണ്ടെന്നും എനിക്കറിയാം, നല്ല മന്ദമാരുതൻ വീശുന്നുണ്ടെന്നും അറിയാം, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ സെൻസസ്, ഇയാളുടെ സെൻസസ് മുഴുവൻ പോയി. ഐ ഹാവ് സീൻ അഡിക്ട്സ് ഹാബിച്വലി പ്രസ് ഹിസ് ഫിംഗേഴ്സ് ഡീപ്പ് ഇൻ ടു ദെയർ ആംസ്, ഇങ്ങനെ ഡീപ്പ് ഇൻ ടു ദെയർ ലെഗ്സ്, ആസ് ഇഫ് ടു റീഅഷ്യൂർ ദംസെൽവ്സ് ഓഫ് ദെയർ ഓൺ റിയാലിറ്റി. അപ്പോൾ അവർക്ക് ഫീലിംഗ് ഇല്ല, അതുകൊണ്ട് അവരിങ്ങനെ ഞെക്കി പിഴിയുക. നമ്മളൊക്കെ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബേതിങ് ലെവൽ പിഴിയുമല്ലോ, അതുപോലെ ദേഹമായിട്ട് ഇങ്ങനെ പിഴിഞ്ഞു നോക്കുക. എവിടെയെങ്കിലും വല്ല സെൻസേഷനോ ഇവിടെയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുമോ, വല്ല ഫീലിംഗ് ഉണ്ടോ, ഇങ്ങനെ തപ്പി നോക്കുക. ഫീലിംഗ് എല്ലാം പോയി. ഒരു കഷ്ടമല്ലേ, ഭയങ്കരം. റീഅഷ്യൂർ ദംസെൽവ്സ്, അതായത് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവനൊരു തോന്നൽ വരണം, അത് തോന്നുന്നില്ലെന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ലാസ്റ്റ് ഡെഡ് ഇൻസൈഡ്. A person who uses drugs continuously, a persistent user, is dead inside. With feelings ഒന്നുമില്ല, യാതൊന്നും, എല്ലാം നഷ്ടപ്പെട്ടു. This craving for the lost sensations, നഷ്ടപ്പെട്ടു പോയ സെൻസേഷൻസ് എല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി, അതാണ് ലോസ്റ്റ് സെൻസേഷൻ എന്നുള്ളത്. സെൻസേഷൻ ഞാൻ പറഞ്ഞു, തൊടുക, ടേസ്റ്റ്, നമ്മൾ കേൾവി, കാഴ്ച, ഇതൊക്കെയാണ്. അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരാളുടെ ക്രേവിങ്, എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എൻ്റെ കാഴ്ചശക്തി അല്ലെങ്കിൽ എൻ്റെ കേൾവി ശക്തി, ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ക്രേവിങ് ഫോർ ദാറ്റ്, ലോങ്ങിങ് ഫോർ, അതിഭയങ്കരമായ ആഗ്രഹം. Explains in part the addicts need to continue to seek drug-induced sensation. അപ്പം നാച്ചുറലായിട്ടുള്ള സെൻസേഷൻസ് എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് വേണം? Now he needs drug-induced sensation. Drug-induced means caused by drugs. ഡ്രഗ്സ് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ സെൻസേഷൻസ് ഒക്കെ തന്നു വരും. അപ്പം ആ നഷ്ടപ്പെട്ടത് തിരിച്ചു കാണാൻ വേണ്ടി വീണ്ടും ഡ്രഗ്സ് കഴിക്കും. എന്തോ അതാണ് ഏറ്റവും അതിഭയങ്കരമായ സംഭവം എന്ന് പറയുന്നത്. Craving lost sensation. If drugs offer a safe form of pleasure, there might be few objections in using them. ഡ്രഗ്സ് നമുക്കൊരു സുരക്ഷിതമായ ഒരു പ്ലഷർ തരുന്നെങ്കിൽ നമുക്ക് അതിന് വിരോധമില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ നശിപ്പിച്ചു തകർത്തിട്ടാണ് നമുക്ക് അല്പം നേരത്തേക്ക് ഒരു പ്ലഷറൊക്കെ നമുക്ക് തരുന്നത്. അതാണ് സംഭവം. However, the claims that they are safe must be recognized as fake. ആരെങ്കിലും പറയാണ് ഡ്രഗ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അത് ഫേക്കാണ്. ദാറ്റ് ഈസ് എ ഫേക്ക് ന്യൂസ്, അൺറിയൽ, നോട്ട് ട്രൂ, ഇൻ ദ ഫേസ് ഓഫ് ദ നോൺ കോൺസിക്വൻസസ് ഓഫ് കണ്ടിന്യൂഡ് ഡ്രഗ് യൂസ്. ഇൻ ദ ഫേസ് ഓഫ് knowing, so to say, knowing the consequences, അറിയാവുന്ന നമുക്ക് ഇത്ര നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ആളുകളുടെയും മറ്റുള്ളവരുടെയും സയൻറ്റിഫിക് സ്റ്റഡി ഇതെല്ലാം വെച്ച് നമ്മുടെ അറിവ് എന്തുമാത്രം നമുക്ക് അറിവുണ്ടോ ആ അറിവിൻ്റെ ബേസിസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഡ്രഗ് കൊണ്ട് നമുക്ക് ഗുണം ഒന്നും ഉണ്ടാകത്തില്ല. റിയൽ ഡേഞ്ചേഴ്സ് എക്സിസ്റ്റ്, ഓൾദോ the drug user often assumes they don't, because the harmful side effects are not immediately apparent. Apparent means clearly seen. അതായത് ഡ്രഗ് നമ്മൾ ആദ്യം കുറേശ്ശെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സുഖം തോന്നും, അത് നമുക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല. അവൻ വിചാരിക്കുന്നതന്നെ ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കരമാണ്. അതായത് ഒരു തവള നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് പിടിച്ചിട്ട് വേണം അത് ചാടിപ്പുറത്തിയാണ്. അതേസമയം തണുത്ത വെള്ളത്തിൽ ഒരു തവള ഇട്ടിട്ട് ആ വെള്ളം കുറേശ്ശെ ചൂടാക്കുവാണെങ്കിൽ അത് പോകത്തില്ല.
കാരണം അതിനറിയത്തില്ല ചൂടിങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യം, ചത്തു. ഇതുപോലെയാണ് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ. ആദ്യം ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു, അങ്ങനെ കൂടി വെള്ളം തിളയ്ക്കുന്ന പൊസിഷനിൽ നിന്ന് തവള അതിനകത്ത് കിടക്കും, തവള ചത്തു. ഇതുപോലെയാണ് നമുക്കും സംഭവിക്കുന്നത്. അതേസമയം തിളയ്ക്കുന്ന വെള്ളത്തിലാണ് ഒറ്റ ചാട്ടത്തിനാണ് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ. ഇതങ്ങനെയല്ല, വളരെ സ്ലോ ആയിട്ട് നമ്മളെ കാർന്ന് തിന്നുകയെന്നൊക്കെ ഇട്ടില്ല, അങ്ങനെയാണ് ഇതിന്. പോസിബിൾ റിസൾട്ട്സ് റേഞ്ച് ഫ്രം ഇൻസിഡൻ്റൽ ഡിലീരിയസ് ഇഫക്ട്സ്, എന്തോ ഭ്രാന്തന്മാരെ പോലെയാണ്, ടു ഡെത്ത് ഫ്രം ഓവർഡോസ്. ഭ്രാന്ത് പിടിക്കും, ഭ്രാന്തന്മാരെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യും, പിന്നെ നമ്മൾ ഓവർഡോസ് കഴിക്കും, അങ്ങനെ മരിക്കും. The dangers that lie between these extremes are the degeneration of health and depletion of brain function. ഇത് രണ്ടും എക്സ്ട്രീംസ് ആണ്, അറ്റങ്ങളാണ്, അങ്ങേ അറ്റങ്ങളാണ്. ഒന്ന് വട്ട് പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്ത് പിടിക്കുക, മറ്റേത് മരണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി സംഭവം നടക്കും. അതാണ് ഡിപ്രൈവേഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷൻ ആൻഡ് ഡിപ്ലീഷൻ ആൻഡ് ഡീജനറേഷൻ ഓഫ് യുവർ ഹെൽത്ത്. ഡ്രഗ്സ് ആഫ്റ്റർ ഓൾ ആക്ട് ഡയറക്ട്ലി ഓൺ ദ ബ്രെയിൻ ആൻഡ് കോസ് mental what do you call it, mechanisms to respond abnormally. നമ്മുടെ മെൻ്റൽ മെക്കാനിസംസ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു ഫ്ലവർ കാണുമ്പോൾ എത്ര ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഒരു സൺഷൈൻ കാണുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ സ്കൈ ടുഡേ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു. ഇത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ സെൻസറി ഡിപ്രൈവേഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെൻ്റൽ മെക്കാനിസംസ് ടു റെസ്പോണ്ട് അബ്നോർമലി. ഒരു ചെറിയ കാര്യത്തിന് വലുതായിട്ട് ചിരിക്കുക. ഇപ്പോൾ ഒരു ഉറുമ്പ് ഭിത്തിയൊക്കെ കയറിപ്പോൾ അതിനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുക, അതേ അബ്നോർമൽ റിയാക്ഷൻ. ഉറുമ്പ് ഭിത്തിയൊക്കെ പോകുന്നതിന് ചിരിക്കാനിരിക്കുന്നത് ശരിയല്ലേ? അപ്പോൾ ഇത് അങ്ങനത്തെ അബ്നോർമൽ റിയാക്ഷൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഒരു തെങ്ങ നോക്കുമ്പം തേങ്ങ നടക്കുന്നു, അത് കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക, അയ്യോ ആ തേങ്ങ മുഴുവൻ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുന്നു, പാവം തെങ്ങെന്ന് പറഞ്ഞുകൊണ്ട് കരയുക. ഇതൊക്കെ അബ്നോർമൽ റിയാക്ഷൻസ്. തേങ്ങാണ്ട് നമ്മൾ തന്നെ കരയുന്നത്, അല്ലെങ്കിൽ ഉറുമ്പ് ഭിത്തിയൊക്കെ കിടന്നു പോകുന്നത് നമ്മൾ തന്നെ ചിരിക്കുന്നു. ഇതാണ് അബ്നോർമൽ റിയാക്ഷൻസ്. ദ റിസ്ക്സ് ആർ ഗ്രേറ്റ് ഫോർ ദ പെർസിസ്റ്റന്റ് യൂസർ. പെർസിസ്റ്റന്റ് യൂസേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് റിസ്ക് ഭയങ്കരമാണ്. ഇൻ പർട്ടിക്കുലർ there is the danger that he will do himself a great deal of harm before the warning symptoms occur. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ തവളയുടെ കാര്യം, വാണിംഗ് സിംറ്റംസ്, അതായത് ഇങ്ങനെ സെൻസറി ഡിപ്രൈവേഷൻ, ഡീജനറേഷൻ ഓഫ് യുവർ ഹെൽത്ത്, എക്സ്ട്രീം യൂസ്, ഡെത്ത്, ദീസ് ആർ ഓൾ ടെൻഡൻസി ടു കമ്മിറ്റ് സൂയിസൈഡ്, ഇതെല്ലാം സിംറ്റംസ് ആണ്. പക്ഷേ ഇത് വരുന്നതിന് മുമ്പ് ഓൾറെഡി അവൻ്റെ ശരീരമെല്ലാം തകർന്നു കഴിഞ്ഞിരിക്കും. ഇതാണ് പ്രശ്നം. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വേരി. അണ്ടർലൈൻ ദാറ്റ് സെന്റൻസ്. ഡ്രഗ് റിലേറ്റഡ്, ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡർ, നമ്മുടെ ഹെൽത്തിനുണ്ടാകുന്ന ഡിസോർഡർ, നമ്മുടെ ആരോഗ്യം നാശം, ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആരോഗ്യത്തിൻ്റെ നാശം, മെനി, നോട്ട് വൺ നോട്ട് ടു, വേരിഡ്, വിവിധ തരത്തിൽ, പലതുമാണ്, വിവിധ തരത്തിലുമാണ്. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സ് ആർ മെനി ആൻഡ് വേരിഡ്. ആണല്ലേ? ഡർട്ടി നീഡിൽസ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പിലാണ് ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. ഒരു നമ്മൾ കുത്തിവെക്കും, കുത്തിവെക്കുമ്പോൾ അതിങ്ങനെ അത് സ്റ്റീം ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാനോ വല്ല നേരമുണ്ടോ? അതുമല്ല, ഇത് ഓൾറെഡി ഒരു പകുതി ഒരു ഹെലുസിനേഷൻ, നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഹെലുസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പകുതി ഉറക്കം പോലെ തലയ്ക്ക് പിടിച്ചത് ചെയ്യുന്നത്. അപ്പം സൂചി എന്തോടെ കയറുന്ന ആരുടെയൊക്കെ തേരുന്ന സൂചി കിട്ടുന്നതൊന്നും അറിയത്തില്ല. അപ്പം എന്ത് പറ്റും? ഡർട്ടി നീഡിൽസ് ആൻഡ് സൊല്യൂഷൻസ് യൂസ്ഡ് ഫോർ ഇൻജെക്ടിങ് ഡ്രഗ്സ് ക്യാൻ കോസ് അബ്സസസ് ഇൻ ദി ആർംസ് ആൻഡ് വെയിൻസ്, ലിവർ ഡിസീസ്, വെനീറിയൽ ഡിസീസ്, ഇൻഫെക്ഷൻ ഓഫ് ദ കിഡ്നീസ്, ബ്രെയിൻ, എല്ലാ തരം രോഗങ്ങളും. കിഡ്നി പോവുക, ബ്രെയിൻ പോവുക, വെനീരിയൽ ഡിസീസ് ഉണ്ടാകുക, എന്ന് വെച്ചാൽ ഗുഹ്യരോഗങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ ശരീരത്തിൽ അവിടെ ഇവിടെ കിഡ്നി നഷ്ടപ്പെടുക, നശിക്കുക, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നീരുണ്ടാകുക, മുറിവുകൾ ഉണ്ടാകുക, എന്തെല്ലാം പ്രശ്നം.
സ്നിഫിങ് കൊക്കെയിൻ എന്ന് പറയുന്ന വേറൊരു മാരക ലഹരി മരുന്നാണ്. ആൻഡ് ആംഫിറ്റാമൈൻസ് അതൊരു കോമ്പൗണ്ടാണ്, ഇതുപോലത്തെ ഒരു ലഹരി മരുന്നാണ്. ക്യാൻ ഡാമേജ് ദ ടിഷ്യൂ ഓഫ് ദ നോസ്. ആൻഡ് മരിജുവാന, ദ ടൊബാക്കോ സ്മോക്ക് ക്യാൻ കോസ് ലങ് ഡിസീസ്. മരിജുവാന എന്നൊക്കെ പറയുന്ന ഭയങ്കര ഡെഡ്ലി ഡ്രഗ്സാണ്. ഈ പറയുന്നതെല്ലാം ഡെഡ്ലി ഡ്രഗ്സാണ്. കൊക്കൈൻ, ഹെറോയിൻ, മരിജുവാന. then you have got ടൊബാക്കോ നമുക്ക് അറിയാവുന്ന, ബാക്കിയുള്ള നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ ഉള്ള സാധനമല്ല, ഇതൊക്കെ പുറത്തുനിന്നൊക്കെ വരണം. പക്ഷെ അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ആളുകൾ തയ്യാറാണെന്നുള്ള കഷ്ടം. ടൊബാക്കോ സ്മോക്ക് ക്യാൻ കോസ് lung diseases. Heavy users of alcohol, volatile solvents, amphetamines or marijuana may find that their livers are permanently damaged. ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ലിവർ മാൻഡിൽ പോലെ ഇരിക്കുന്നത്. വല കണ്ടിട്ടില്ല. നമ്മുടെ ലിവർ എന്നൊക്കെ പറയുന്ന ടിഷ്യൂ, നല്ല ടിഷ്യൂള്ള നല്ല മനോഹരമായ ഒരു ഓർഗനാണ്. അത് ഇങ്ങനെ ദ്രവിച്ചിട്ട് ഒരുമാതിരി കീറിയ പഴന്തുണി പോലെ ഇവിടെ, പിന്നെ അത് ഉപയോഗിക്കാനേ പറ്റത്തില്ല. അങ്ങനെയാണ് സിറോസിസ് എന്ന് കേട്ടില്ല. നമ്മുടെ ലിവറ് പിണ്ണാക്ക് അതുപോലെ പൊടിഞ്ഞു. ഹെവി യൂസേഴ്സ്. Then he says, babies of women addicted to opiates. Opiate, ലഹരി മരുന്ന്. ഓപ്പിയം എന്ന് പറയുന്നത്. ഓപ്പിയം നമ്മൾ വേറെ കറുപ്പ് നോക്കണം, കറുപ്പ് തിന്നുന്നത് ഓപ്പിയം. opiates are likely to be born addicted and to suffer from withdrawal syndrome. ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. ആ കുഞ്ഞുങ്ങളിലും ഈ അഡിക്ഷൻ ഉണ്ടാവും. അതിൻ്റെ അത് നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് പോലും വിഡ്രോൾ സിൻഡ്രോം ഉണ്ടാവും. നമ്മൾ ഭാവി തലമുറയോട് കൂടെ നമ്മൾ ചെയ്യുന്ന കൊടും ക്രൂരതയാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, നമ്മളെ ഹാർഡിൻ ബി ജോൺസ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി, സയൻറ്റിഫിക് സ്റ്റഡി അദ്ദേഹം നടത്തിയിട്ട് അദ്ദേഹം നമ്മളോട് പറയുന്ന ഈ കാര്യങ്ങൾ നമ്മൾ അതുപടി വിശ്വസിക്കുക. യാതൊരു കാരണവശാലും ഈ സംഭവത്തിലേക്ക് വഴുതി വീഴുകയുമില്ലെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. Absolutely say no to drugs. ആരെങ്കിലും കൂട്ടുകാർ ഇതിനു വേണ്ടി കഞ്ചാവ് ഫോർ എക്സാമ്പിൾ പിടിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അവൈലബിൾ ആണെന്ന് പറയുന്നു. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഇതുകൊണ്ട് വിൽക്കുന്നവരുണ്ട്. എന്ത് ഭയങ്കരമായ ഒരു തെറ്റാണ് ശരിക്കും പറയും. അത് ഒരു നിമിഷത്തെ ഒരു സന്തോഷം, അത് പിന്നെ അത് കൂടി ഞാൻ പറയുന്നത് ഒരു തവളയെ ഒരു കോൾഡ് വാട്ടറിൽ ഇടുക, തവള ചാടിയല്ല ഇഷ്ടമാണ്, അതിന് സ്ലോലി അതിനെ ഹീറ്റ് ചെയ്യുക ആ വെള്ളം. തവള വിചാരിക്കുന്നത് സുഖമാണ്, ചെറിയ ചൂടിങ്ങനെ സുഖമാണെന്ന് വിചാരിക്കും. അങ്ങനെ സുഖമാണെന്ന് വിചാരിച്ച് ചൂട് കൂടുന്നൊന്നും തവളയെ അറിയുന്നില്ല. അങ്ങനെ അതിനകത്ത് ഇങ്ങനെ കിടന്ന് അവസാനം തവള ചത്തുപോവുക. ഇതുപോലെ തന്നെയാണ് ഡ്രഗ്സ്. തുടക്കത്തിൽ നമ്മൾ അറിയത്തേയില്ല, ആ എന്തൊരു സുഖം എന്നിങ്ങനെ വിചാരിക്കും. എന്നിട്ട് അതിൽ കിടന്ന് കുറച്ച് ഓവർഡോസായി, കൂട്ടുകാരായി, കുത്തിവെപ്പായി, ദേഹത്തൊക്കെ നീരായി, അല്ലെങ്കിൽ ദേഹത്തൊക്കെ മുറിവുകളായി, ഇൻഫെക്ഷനായി, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു, സെൻസറി ഡിപ്രൈവേഷൻ എല്ലാം നഷ്ടപ്പെട്ടു, ബ്രെയിൻ ഫങ്ഷൻ എല്ലാം കുറഞ്ഞു, നമ്മളല്ലാതായി, നമ്മൾ മരിച്ചവനെ പോലെ, മരിച്ചവൻ ജീവിക്കുന്നു, പ്രേതം. അവസാനം പ്രേതമായിട്ട് നമ്മളിതിൽ നടക്കും. ആ പ്രേതം പിന്നീട് തനിപ്രേതമായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ ആ ചൂടുവെള്ളം തണുത്ത വെള്ളത്തിലിട്ട തവളയ്ക്ക് ആ വെള്ളം ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് തന്നെയാണ് ശരിക്കും സംഭവിക്കുന്നത് ഈ ഡ്രഗ് യൂസ്. കാരണം അത് അറിയുന്നില്ല തവള. ഇതിൻ്റെ ചൂടിങ്ങനെ കൂടുന്ന അറിയില്ല. കാരണം സ്ലോ ആയിട്ടല്ലേ കൂട്ടും, ചെറുതായിട്ട് കൂട്ടും. അവസാനം അതിനകത്ത് ചത്ത് കിടക്കും. സെയിം തിങ് വിൽ ഹാപ്പൻ ടു ഡ്രഗ് യൂസേഴ്സ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കാൻ ജഗദീശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ആർക്കും ഒരു തെറ്റിൽ ചെന്ന് വിടാനുള്ള ഒരു ഇത് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അങ്ങനെ വരാതിരിക്കാനാണ് ഏകമാർഗം. നമ്മുടെ അധ്യാപകർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ അപ്പനും അമ്മയും പറയുന്ന കാര്യങ്ങൾ,
നമ്മുടെ എൽഡേഴ്സ് പറയുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ റിലീജിയസ് ലീഡേഴ്സ് പറയുന്ന നല്ല കാര്യങ്ങൾ, ഇതെല്ലാം കേട്ട് നമ്മൾ ആ വഴിയെ നടക്കുക. അല്ലാതെ തണുത്ത വെള്ളത്തിൽ കിടന്ന തവള ചൂടുവെള്ളം അറിയാതെ ചത്തുപോകുന്നവരെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നശിക്കാൻ ഇടവരുത്തരുത് എന്നുള്ള ഒരു ആഹ്വാനം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ സ്വന്തം പേഴ്സണലായിട്ട് വെച്ചിട്ട് തൽക്കാലം ഇന്ന് നമുക്ക് നിർത്താം. Till we meet again, bye, have a nice day.